മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്ത് അധികാരത്തിലെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. മനസ്സിരുത്തിയല്ല ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനമെന്നും ഹൈക്കോടതി വിമർശിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനെന്നും കോടതിയുടെ പരാമർശം. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് സർക്കാരിനെതിരായ ഹൈക്കോടതിയുടെ ചോദ്യശരങ്ങൾ. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് എന്ത് അധികാരത്തിലെന്ന് സർക്കാരിനോട് ചോദിച്ച കോടതി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനെന്നും കുറ്റപ്പെടുത്തി. നേരത്തെ 104 ഏക്കറോളം ഭൂമി വഖഫ് എന്ന് സിവിൽ കോടതി കണ്ടെത്തിയതാണ്. വീണ്ടും കമ്മീഷനെ വെച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. എന്നാൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷന്റെ പരിധിയിലില്ലെന്നായിരുന്നു ഇതിനു സർക്കാരിന്റെ വാക്കാലുള്ള മറുപടി. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി മനസ്സിരുത്തിയല്ല കമ്മീഷൻ നിയമനം നടത്തിയതെന്നും സർക്കാരിനെ വിമർശിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരപരിധി ഏതുവരെയുണ്ട്, കമ്മീഷനെ നിയമിക്കുവാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നതിലടക്കം ബുധനാഴ്ച മറുപടി നൽകണം. തുടർന്ന് ഹർജി ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. വഖഫ് എന്ന് കണ്ടെത്തിയ ഭൂമിയിൽ ഉൾപ്പെടെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ വ്യക്തത വരുത്താത്തതിലുമാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചത്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്രമാണോ എന്നതിലും വ്യക്തത വേണം. വഖഫ് ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ജനം, കൊച്ചി.